വാ, അടിപൊളി രസം. വാ, എന്ത് രസമല്ല ഇങ്ങനെ കിടന്ന് സ്നോ ഇങ്ങനെ ആസ്വദിക്കാൻ. ഡ്രൈവിംഗ് കണ്ടീഷൻസ് ഭയങ്കരമായിട്ട് മോശമായിക്കൊണ്ടിരിക്കുക. സ്റ്റോമായിട്ട് മാറുവാന്ന് തോന്നുന്നു സ്നോഫോള്. ഇപ്പോൾ ഇത് പൊട്ടിച്ച് കളഞ്ഞില്ലെങ്കിൽ നമുക്ക് വിസിബിലിറ്റി ഭയങ്കരമായിട്ട് കുറയും. ഇപ്പോൾ ഐസ് ഞാനിങ്ങനെ കൈ കൊണ്ട് വേണ്ട, കുറച്ച് വേദന എടുക്കും കൈയൊക്കെ അതാ ചുമന്ന്. ഹലോ ഗായ്സ്, എല്ലാവർക്കും ചാക്ലേപ്പേട്ട പൂച്ചയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ നവംബർ 30 ഞായറാഴ്ച രാവിലെ 9 മണിയായിട്ടുണ്ട്. ഇന്നലെ നമ്മൾ 8 മണിക്കാണ് ഇറങ്ങിയത്, ഇന്ന് 9 മണിക്ക് ഇറങ്ങുന്നത്. കാരണം ഞായറാഴ്ച അധികം തിരക്കുണ്ടാവത്തില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തണുപ്പുണ്ട്. -8 ഉണ്ടെന്നാണ് കണ്ടത്. ഇന്നലെ -10 ആയിരുന്നു. അതുകൊണ്ട് അത്ര വലിയ സീനില്ലെന്നാണ് തോന്നുന്നത്. അതുപോലെ ഇന്ന് മഞ്ഞ് പെയ്യാനും ചാൻസ് ഉണ്ടെന്നാണ് കണ്ടത്. അപ്പം 1 മണിക്കോ ഉച്ചയ്ക്ക് 1 മണിക്കോ 2 മണിക്കോ അങ്ങാണ്ട് മഞ്ഞ് പെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് ഫോർകാസ്റ്റിൽ കണ്ടത്. എന്തായാലും വണ്ടിയുടെ അടുത്തെത്തി. നമുക്ക് വണ്ടിയിലേക്ക് കയറിയിട്ട് ഇനി ബാക്കിയുള്ളത് സംസാരിക്കാം. അപ്പോൾ നമ്മൾ വണ്ടി ഓണാക്കി അകത്ത് കയറി ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ടായിരിക്കും. വണ്ടി ഇന്നലത്തെ പോലെ നല്ല തണുത്തുറഞ്ഞിരിക്കുക. ഇപ്പം ചൂടാവാനൊരു 8 മിനിറ്റ് എടുക്കുമെന്ന് തോന്നുന്നു. എന്തായാലും ഹീറ്ററും കാര്യങ്ങളെല്ലാം ഓണാക്കിയിട്ടിട്ടുണ്ട്. ഇന്നലെ നമ്മൾ 350+ കിലോമീറ്റർ ഓടിയായിരുന്നു. അത് നോർമലി എത്ര ഉള്ള 400-ന് മുകളിൽ എപ്പോഴൊക്കെ ഓടിയിട്ടുണ്ട്. അത് ഇതിനേക്കാളിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്ന സമയത്തായിരുന്നു. -20-ന് താഴോട്ട് പോകുമ്പോഴത്തേന് നല്ല തിരക്കായിരിക്കും. കാരണം ആൾക്കാർ വെളിയിലോട്ട് ഇറങ്ങത്തില്ല. അവരെല്ലാം വീട്ടിലിരുന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ. വണ്ടി ഹീറ്റാക്കി ഇടണം, പിന്നെ ഇത്രയും തണുപ്പത്ത് ഇത്രയും ലെയർ ഇട്ട് ജാക്കറ്റൊക്കെ ഇടണം. അപ്പോൾ ആൾക്കാർ അതിന് മെനക്കെടത്തില്ല. അതിന് വരെ അവർ എഴുന്നേറ്റിരുന്ന് ആപ്പ് വഴി ഫുഡ് ഓർഡർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നല്ല കാര്യമാണ്. അപ്പോൾ നമുക്ക് ഓർഡറിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അത് അത്യാവശ്യം നല്ല പേയും ഉള്ളതായിരിക്കും. തണുപ്പ് കൂടുന്നതനുസരിച്ച് ഒരു ടിപ്പും കൂട്ടിയിടാറുണ്ട്. കാരണം -8 എന്നാണ് കാണിക്കുന്നത്. അതുപോലെ 1 മണിക്കും 2 മണിക്കും ഒക്കെ മഞ്ഞ് പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. എത്രത്തോളം ഉണ്ടാവുമെന്നറിയത്തില്ല. ടോട്ടൽ 65% എന്നാണ് കാണിക്കുന്നത്. ഒരു വിൻ്ററിലൊക്കെ ഒന്ന് ഡ്രൈവ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ആ ഒരു ട്രിക്ക് പിടികിട്ടും ഓടിക്കുന്നതിൻ്റെ. അത് അത്ര വലിയ ടാസ്കല്ല. ഞാൻ വണ്ടി കുടുങ്ങിപ്പോവുകയാണെങ്കിൽ 2-3 സ്റ്റെപ്പുകൾ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സുഖമായിട്ട് പോരാവുന്നതേ ഉള്ളൂ. കാരണം എൻ്റെ വണ്ടി 2-3 വട്ടം കുടുങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ചുറ്റും നമ്മൾ വൃത്തിയാക്കും. എൻ്റെ അടുത്ത് മറ്റേ സ്നോ ഷവൽ ചെയ്യുന്ന ടൈപ്പ് സാധനം ട്രങ്കിൽ കിടപ്പുണ്ട്. അതെടുത്ത് ഫുള്ള് വൃത്തിയാക്കും. എന്നിട്ട് പിന്നെ ടയർ വൃത്തിയാക്കും. പിന്നെ വണ്ടിക്ക് പോകാനുള്ള പാത്ത് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഉണ്ടാക്കി എടുക്കും. എന്നിട്ട് വണ്ടി ഇങ്ങനെ പതിയെ ടയർ മൂവ് ചെയ്ത് ഇങ്ങനെ കഴിയുമ്പോഴത്തേനും ഊരിപ്പോരും. പെട്ടെന്ന് ത്രോട്ടിൽ കൊടുക്കുകയാണെങ്കിൽ വീണ്ടും ടയർ കിടന്ന് കറങ്ങത്തേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വണ്ടി ഒന്ന് ചെറുതായിട്ട് ഹീറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ സിറ്റിയിലേക്ക് പോകാം. അതിന് മുന്നേ നമ്മൾ ഇന്നലെ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഒരു ചായ മാത്രമേ വാങ്ങിച്ചുള്ളൂ. പക്ഷേ ഇന്ന് എന്തെങ്കിലും ഓഫർ ഉണ്ടോ എന്ന് നോക്കാം. ടിം ഹോട്ടൻസിൽ ഫാർമേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് റാപ്പിന് ഓഫറുണ്ട്. 2 for 7 ഉണ്ട്. അപ്പം നമുക്ക് അത് ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ട് പോവാം. അപ്പോൾ പോകുന്ന വഴിക്ക് അതങ്ങനെ പിക്കപ്പ് ചെയ്തിട്ട് പോവാം. നമുക്ക് ഈ ആപ്പിലൂടെ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. അത് വലിയ നല്ല കാര്യമാണ്. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോഴത്തേനും എല്ലാം റെഡി ആയിരിക്കും. അപ്പം നമ്മുടെ ഓർഡർ വെയിറ്റ് ചെയ്തിരുന്നപ്പം ടിം ഹോട്ടൻസിൽ നിന്ന് നമുക്ക് ഡോർഡാഷിൻ്റെ ഒരു ഓർഡർ കിട്ടി. 6.7 കിലോമീറ്റർ $8.5. അത്യാവശ്യം നല്ല ഓർഡറാണ്. അപ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്തു. നമ്മൾ ഈ വെയിറ്റ് ചെയ്തിരുന്ന ഈ സെയിം ടിം ഹോട്ടൻസിൽ നിന്ന് തന്നെ. ഇപ്പം എന്തായാലും ലാഭമായല്ലോ, ഒരു വെടിക്ക് 2 പക്ഷി. നമ്മുടെ സാധനവും വെറോണിക്കയുടെ സാധനവും കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ട് സ്നോ ഫ്ലേക്സ് ഇങ്ങനെ പെയ്യുന്നുണ്ട്. അപ്പം ഫോർകാസ്റ്റ് പറഞ്ഞതിലും കാര്യമുണ്ട്. സ്നോ പെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പം ചെയ്യാകുമ്പോഴത്തേക്കും നമുക്കിപ്പം സ്നോ എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കേ,
നമ്മൾ 2 സാധനങ്ങളും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഡെലിവറി ചെയ്യാനായിട്ട് പോവാം. ഇരുട്ടായതുകൊണ്ടൊന്നും കാണത്തില്ലായിരിക്കും, അതുകൊണ്ട് നമ്മൾ അവിടെ ലൊക്കേഷനിൽ എത്തിയിട്ട് ഡെലിവറി ചെയ്യുന്നത് കാണിക്കാം. അപ്പം നമ്മളിത് ആ ഡെലിവറി ചെയ്യേണ്ട ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അവരെന്തോ നോട്ട് ഇട്ടിട്ടുണ്ട്, ഡോണ്ട് നീഡ് ടു റിംഗ് ബെൽ ഓർ നോക്ക്, ജസ്റ്റ് ലീവ് എറ്റ് ഡോർ, താങ്ക്സ്. അതാണ് നമുക്കും വേണ്ടത്. നല്ല തിരക്ക്. കണ്ടിന്യൂ എടുക്കാം, കൺഫേം, ടേക്ക് ഫോട്ടോ. എന്നിട്ട് അവരുടെ മാത്രമല്ല നമ്മുടെയും കൂടെ സാധനം കിടപ്പുണ്ട്. ഇത് ഫോട്ടോ എടുത്ത് അങ്ങനെ ആദ്യത്തെ ഡെലിവറി കംപ്ലീറ്റഡ്. ഇപ്പോൾ ഗായ്സ് നമ്മൾ 3 ഡെലിവറി ചെയ്ത്, ഇപ്പം 3 ഓർഡേഴ്സ് കിട്ടി, 4 ഡെലിവറീസ് ചെയ്ത്. ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത് 2 ഡെലിവറി ചെയ്യേണ്ട ഓർഡറായിരുന്നു. അത് ചെയ്ത് ഇവിടെ വന്നപ്പോഴത്തേന് മഞ്ഞ് വീഴ്ച തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 1 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരുന്നു ഫോർകാസ്റ്റിൻ്റെ അകത്ത് പറഞ്ഞത്. പക്ഷേ 11 മണി ആയപ്പം മുതലേ തുടങ്ങിയിട്ടുണ്ട്. ക്യാമറയിലൂടെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ബാക്ക് സൈഡിൽ കാണുന്നത് ഏതോ ഒരു മലയാണ്, മലയുടെ പേരൊന്നും അറിയത്തില്ല, പക്ഷേ അതിൻ്റെ ബാക്കിലാണ് എയർപോർട്ട് എന്നറിയാം. ഇതൊരു സ്റ്റെയർസ് ഉണ്ട്, സ്റ്റെയർ വഴി നമുക്ക് എയർപോർട്ടിൽ പോകാൻ പറ്റും. അത്ര കട്ടിയുള്ള സ്നോ അല്ല പെയ്യുന്നത്, ലൈറ്റ് സ്നോയാണ്. ഇതിന് കൂടുമെന്നാണ് തോന്നുന്നത്. ആകാശമൊന്നും കാണാനില്ല, അതുകൊണ്ട് ഇന്ന് സൂര്യൻ ഉണ്ടാവുമോ എന്നറിയത്തില്ല. എന്തായാലും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നിങ്ങളെ. പിന്നെ ബാക്കി ഡെലിവറികൾ തുടങ്ങട്ടെ. സമയം എന്താ 11:15 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ഓർഡേഴ്സ് കിട്ടി. ഒരെണ്ണം ടിം ഹോട്ടൻസിൽ നിന്ന്, ഒരെണ്ണം KFC നിന്നാണ്. ഒരുപാട് ദൂരെയൊന്നുമില്ല, അടുത്ത് തന്നെ ഡെലിവറി ചെയ്യുന്നത്. ടോട്ടൽ 6 ഐറ്റം ഉണ്ട്. ടീ, ഐസ് ക്യാപ്പ്, ഫ്രോസൺ ക്വഞ്ചർ, അങ്ങനെ എന്തൊക്കെയൊക്കെ. So this one is Julie, okay? That's Julie. Hey, is it for calling? Yeah, just a second. Yep, sure. I'm making it. Yep. There you go. Meron. This one is calling. Name of the customer? Yep, calling. Calling there. Right. Yep. Awesome, thank you. This is calling. Just take a picture. Thanks. Mobile for Diana. അപ്പം നമ്മൾ അവിടുത്തെ ഓർഡർ എടുത്തു കഴിഞ്ഞു. ഇനി അടുത്തത് KFCയിലുള്ളത്. അത്യാവശ്യം നല്ലതുപോലെ മഞ്ഞ് പെയ്യുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല. ഗ്ലെൻ എമ്മിനെ കൊടുക്കാനുള്ള KFC. ഓക്കെ, കൊണ്ടു കൊടുത്തിട്ട് വരാം. ബാഗ് എടുക്കാം. Hand to customer. Hi, I have something for Glenn. Okay, 1 second. That's the food and that's yeah, you too. Take care. Oh, that was quick. പെട്ടെന്നായിരുന്നു. പുള്ളിക്കാരൻ എൻട്രൻസിൽ തന്നെ നിന്ന് എന്തായാലും കാര്യമായി. അങ്ങനെ രണ്ടാമത്തെ ഡെലിവറി ലൊക്കേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇന്നലെ ഇവിടെ തന്നെ ഡെലിവറി ഉണ്ടായിരുന്നു. സെയിം ആൾ തന്നെ ആണെന്ന് അറിയത്തില്ല, പക്ഷേ ഇതേ ലൊക്കേഷനിൽ ഇതേ ടൈം ഫ്രെയിമിൽ ഇവിടെ ഒരു ഡെലിവറി ഉണ്ടായിരുന്നു. Hi, are you calling by any chance? And it starts again, eh?
The snow, yeah. I need to take a picture. We'll just take it from here. Awesome. Thank you very much. Yeah, you too. Take care. പുള്ളിക്കാരൻ വെളിയിലിറങ്ങി നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഡ്രൈവിംഗ് കണ്ടീഷൻസ് ഭയങ്കരമായിട്ട് മോശമായിക്കൊണ്ടിരിക്കുക. സ്റ്റോമായിട്ട് മാറുവാന്ന് തോന്നുന്നു സ്നോഫോള്. വിൻഷീൽഡിലൂടെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല നിങ്ങൾക്ക്. എനിക്കും അത്ര വിസിബിലിറ്റി ഒന്നുമില്ല. പിന്നെ നമ്മളൊരു ഊഹം വെച്ചിട്ട് അങ്ങനെ അങ്ങ് പോവുക. സ്റ്റോം കുറച്ചുകൂടെ ശക്തമായി കഴിഞ്ഞാൽ കുറച്ചുകൂടെ വേഴ്സ് ആവും ഇവിടുത്തെ സിറ്റുവേഷൻ. ലൈൻസ് ഒന്നും കാണത്തില്ല, റോഡൊന്നും കാണത്തില്ല. കാരണം ഫുള്ളിങ്ങനെ വൈറ്റായിട്ടാണ് കിടക്കുന്നത്. വണ്ടി പോകുന്നതിൻ്റെ ടയർ മാർക്സൊക്കെ വെച്ചിട്ടാണ് ഞാൻ പോകാറ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ എത്തുമ്പോഴത്തേന് വണ്ടി ഫ്രീക്വൻ്റ് ആയിട്ട് പോയില്ലെങ്കിൽ ടയർ മാർക്സും കാണത്തില്ല. അപ്പോൾ നമ്മളൊരു ഊഹം വെച്ചിട്ടൊക്കെയാണ് പോകുന്നത്. കുറച്ച് ടാസ്ക്കാണ്, പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല. വിൻ്ററിൽ ഓടിച്ചിട്ടുള്ളവർക്ക് അത്ര വലിയ സീനായിട്ട് തോന്നത്തില്ല. ഇപ്പം തന്നെ ഈ 2 മൈൽ ഹില്ലൊക്കെ പോകുമ്പോഴത്തേന് സ്ലിപ്പറിയോ അതോടൊപ്പം സ്റ്റോം ആയതുകൊണ്ട് വിസിബിലിറ്റിയും അത്യാവശ്യം കുറവാണ്. ദൂരെ ഒന്നും കാണത്തില്ല, ആകാശമേ ഇല്ല. ഇന്ന് ആകാശം കണ്ടിട്ടേ ഇല്ല. ഇന്ന് രാത്രി വരെ ഇത് തന്നെ ആയിരിക്കും സിറ്റുവേഷൻ എന്നാണ് തോന്നുന്നത്. കാരണം സെയിം ഇതേപോലെ ആയിരുന്നു അന്ന് ഞായറാഴ്ചയും വന്നത്. ചെറുതായിട്ടിങ്ങനെ തുടങ്ങി, പിന്നെ വലിയ സ്റ്റോം കൂടി മഞ്ഞിൻ്റെ തിക്നെസ് കൂടി, പെയ്യുന്ന മഞ്ഞിൻ്റെ തിക്നെസ് നല്ലപോലെ കൂടി. നല്ല തെന്നലുണ്ട് റോഡിൽ. വണ്ടി ഇങ്ങനെ തെന്നി മാറി ട്രാക്ഷൻ ഇങ്ങനെ പിടിക്കുന്ന നമുക്ക് ഫീൽ ചെയ്യും. അതോടെ നമ്മൾ ത്രോട്ടിൽ നല്ല കൊടുക്കുമ്പോഴും വീല് ചുമ്മാ കിടന്ന് സ്പിന്നാവുന്നത് പോലെയും നമുക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് അലാസ്ക ഹൈവേയുടെ കണ്ടീഷൻ ഇതായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ ഇതിലും മോശമായിരുന്നു. കാരണം നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ ഫ്രണ്ടിൽ വണ്ടി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് വിസിബിലിറ്റി ഇതിൻ്റെ നേരെ പകുതിയാവും. നോർമൽ വണ്ടിയാണെങ്കിൽ എങ്ങനെ ആവും? അതിന് ഒരു ട്രക്കാണ് പോകുന്നുണ്ടെങ്കിൽ തീർന്ന് ഫുള്ളിങ്ങനെ സ്നോ ഇങ്ങനെ പറന്ന് നമ്മുടെ വിൻഷീൽഡിൽ ഇങ്ങനെ വന്നിരിക്കും. വലിയ കുഴപ്പമില്ല സത്യം പറഞ്ഞാൽ. അവസാനത്തെ സ്റ്റോമിനെ അപേക്ഷിച്ച് അത്ര വലിയ സീനില്ല. അവസാനത്തെ സ്റ്റോമിൽ നമ്മൾ പോയപ്പോൾ വണ്ടി കുടുങ്ങിപ്പോയായിരുന്നു. കോപ്പർ റിഡ്ജിൽ ഒരു വീട്ടിൽ ഡെലിവറി ചെയ്യാൻ പോയപ്പോഴത്തേന്. പിന്നെ ഞാൻ പതിയെ എടുക്കാൻ ശ്രമിച്ചു. അപ്പോഴത്തേന് 2 പേര് വന്നിട്ട് ചോദിച്ചു ഹെൽപ്പ് വേണമെന്നൊക്കെ ചോദിച്ചു. ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്ക് മഞ്ഞെല്ലാം മൂവ് ചെയ്ത് വണ്ടിയുടെ ടയറെല്ലാം വൃത്തിയാക്കുന്നതിന് പകരം ഇവർ 2 പേരും ഒന്ന് തള്ളിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഊരിപ്പോരും. അങ്ങനെ ഇവർ 2 പേരും ബാക്കിൽ നിന്ന് ഇങ്ങനെ തള്ളി ഞാനതിൽ നിന്ന് പുറത്ത് വന്നു. അന്നത്തെ ദിവസം 3-4 വട്ടം കുടുങ്ങി. ആ ഒറ്റ വട്ടം മാത്രമേ ഇവർ ഹെൽപ്പ് ചെയ്തുള്ളൂ. ബാക്കി എല്ലാ സമയത്തും നമ്മൾ തന്നെ ഊരിപ്പോരുകയാണ് ചെയ്തത്. കുറേ എക്സ്പീരിയൻസ് ആകുമ്പോഴത്തേനും നമുക്കറിയാം എങ്ങനെ കുടുങ്ങിയാൽ നമുക്ക് എങ്ങനെയൊക്കെ ഊരിപ്പോരാന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഇതവിടെ നിന്ന് സബ്വേന്ന് ഒരു ഓർഡർ കിട്ടിയത് ഫാൽക്കൺ ഡ്രൈവിലാണ് ഡെലിവറി ചെയ്യേണ്ടത്. നമ്മളത് അവിടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഫുഡ് കൊടുക്കാം. യൂണിറ്റ് 109. ലീവ് ഇറ്റ് അറ്റ് ദ ഡോർ. ഓർഡർ ഡ്രോപ്പ് ഓഫ് ചെയ്താൽ മാത്രം മതി. ഡ്രോപ്പ് ഓഫ് ചെയ്യുക, ഫോട്ടോ എടുക്കുക, എന്നിട്ട് നമുക്ക് പോയേക്കാം. മഞ്ഞ് വീഴ്ച ഇപ്പോഴും ഉണ്ട്. അതേ രീതിയിൽ തന്നെ തുടരുകയാണ്. 109 കറക്റ്റ് ആണല്ലോ. ജോഷ് പി കണ്ടിന്യൂ കൊടുക്കാം. ജിയോ പിൻ എററായതുകൊണ്ട് നമുക്ക് 2-3 ഓപ്ഷൻസ് അല്ലാതെ സെലക്ട് ചെയ്യണം. ഓക്കെ, കണ്ടിന്യൂ. ചില ഡെലിവറീസ് ഇങ്ങനെ വരാറുണ്ട്. ജിയോ പിൻ എററായിരിക്കും. ആ ജിയോ പിൻ്റെ അടുത്തല്ലാത്തതുകൊണ്ട് കുറച്ച് ഓപ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ റീച്ച്ഡ് അറ്റ് ദ ലൊക്കേഷൻ ബട്ട് കസ്റ്റമർ മാർക്ക് ദ പിൻ റോങ്ലി ഓർ സംതിങ്. അങ്ങനെ $9.90 കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് വൈപ്പർ ഫ്രീസ് ആയിട്ടുണ്ട് ഈ സൈഡിലത്തെ. അപ്പോൾ ഇത് പൊട്ടിച്ച് കളഞ്ഞില്ലെങ്കിൽ നമുക്ക് വിസിബിലിറ്റി ഭയങ്കരമായിട്ട് കുറയും. ഐസ് ഞാനിങ്ങനെ കൈ കൊണ്ട് വേണ്ട, കുറച്ച് വേദന എടുക്കും കൈയൊക്കെ. ഈ കുറച്ച് ഷാർപ്പായിട്ടിരിക്കുന്ന ടൈപ്പ് ഇതായിരിക്കും. ഒരു സൈഡിലത്തെ കളഞ്ഞു, ഇപ്പോൾ അപ്പുറത്തതുണ്ട്. ഇവിടുത്തെ അധികമായിട്ടില്ല, എന്നാലും ഇപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട്.
സ്നോയിൽ തൊടുമ്പോൾ അത്ര സീനില്ല, പക്ഷെ നമ്മൾ ഐസിൽ തൊടുമ്പോഴത്തേന് കൈ ഭയങ്കരമായിട്ട് വേദനിക്കും. കൈയൊക്കെ ആണ് ചുമന്ന്, കൈയൊക്കെ അതാ ചുമന്ന്. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞ് ഇനി നമുക്ക് തിരിച്ചു പോവാം. എന്തായാലും റെസ്റ്റോറൻറ്റിൽ കയറി നമുക്ക് ചോദിച്ചു നോക്കാം റെഡി ആയിട്ടുണ്ടോ ഇല്ലയോ. ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത് ഇതിൻ്റെ അകത്ത്. തിരക്കില്ലെങ്കിൽ അവർ പെട്ടെന്ന് റെഡിയാക്കും. ആരുമില്ല ഇവിടെ. Hi, picking up for Maria? Maria? Yep. Just pack the order. Yeah, sure, wait, no problem. ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവർ. മറിയയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട്, അതിപ്പം കൊണ്ട് തന്നു. ഫുഡും ഡ്രിങ്കും ഉണ്ട്. പ്ലേസ്. കണ്ടിട്ടൊന്നും തോന്നില്ല, നമുക്ക് ഗൂഗിൾ മാപ്പിലൂടെ ഒന്ന് അടിച്ചു നോക്കാം. സീൻ ഇവിടെ ഇൻ്റർനെറ്റും ഇല്ലല്ലോ, എന്താണെന്ന് തോന്നുന്നു. നമുക്ക് ഒന്ന് ഇറങ്ങി ഒന്ന് നോക്കട്ടെ. ഇവിടെ വീടിൻ്റെ നമ്പരൊന്നും ഇട്ടിട്ടില്ലേ. അവരെ വിളിക്കാൻ പറ്റുമോ നോക്കാം. Hello, are you Maria? Yes, I am sorry. Yeah, I am so sorry. I was wondering where's the unit is, and this is the first time I am coming here, so I was just confused. Give me a second. Let me grab the drinks, okay? Okay. Yeah, thank you for coming outside, okay? Yeah. So I was trying to search in Google and there is no network here. It is bad. The network service. Sorry. Okay, no problem. I think I need to take a picture. Is that okay? Of course. Oh Jesus Christ. Oh yeah, it's loading. Can you upload that later? Like. Oh, or else I will just take a picture in my camera and I will upload it later. Maybe you can do that. Yeah. Awesome. Thank you and have a great day. Yeah. നെറ്റ്വർക്ക് ഇല്ലാത്തത് കൊണ്ട് ലോഡാവുന്നില്ല. ചെറുതായിട്ടൊക്കെ മഞ്ഞ ഇതിനകത്ത്. ഞാനിങ്ങനെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്ന സമയത്ത് ഇങ്ങനെ ഒരു ട്രെയിൽ കണ്ടു ഇവിടെ അടുത്ത്. ഒരു രക്ഷയില്ല, നല്ല അടിപൊളി രസമുണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ. മറ്റേ RDR2 ഇല്ലേ, മറ്റേ ഗെയിം റെഡ് റിഡംഷൻ 2, അതിൻ്റെ അകത്തിൽ തുടക്കത്തിലൊരു സ്റ്റോറിയിൽ കാണിക്കുമല്ലോ ഇങ്ങനെ അവർ ക്യാമ്പ് തേടി ഇങ്ങനെ പോകുമ്പോഴത്തേന് സ്നോ സ്റ്റോമും എല്ലാം ഒക്കെ ആയിട്ട് അടിപൊളി രസമായിട്ടുണ്ട് ഇവിടെ. ഇവിടെ ഇങ്ങനെ ഒരു ട്രെയിലുണ്ട്, നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം. എങ്ങനെ ഉണ്ടായിരിക്കും എന്നറിയത്തില്ല. ആൾക്കാരൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഇത്രയും താഴത്തിലേക്ക് നമ്മുടെ കാല് പോകുന്നുണ്ട്. നിരങ്ങിയടിച്ച് വീഴുമോന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഒന്ന് പോയി നോക്കാം. ഒരു രക്ഷയില്ലാത്ത ഫീലിംഗ് കേട്ടോ ഗൈസ്. വാ, അടിപൊളിയായിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ തണുപ്പുണ്ട്. ഈ ട്രെയിൽ എങ്ങോട്ടാണ് പോകുന്നത് അറിയത്തില്ല. നമുക്ക് കുറച്ചൊന്ന് പോയി നോക്കാം. കാരണം വണ്ടി അവിടെ ഓണാണ്. ആരെങ്കിലുമൊക്കെ വന്ന് വണ്ടിയിൽ കയറുമോന്നൊന്നും അറിയത്തില്ല. പക്ഷേ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീലിംഗ് ആണ് ഗൈസ്. അടിപൊളി രസമുണ്ട്. ആരുമില്ല ഇവിടെ. ഇതൊരു ഫോറസ്റ്റ് പോലത്തെ സെറ്റപ്പ്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മഞ്ഞ് പെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. നല്ല രസമുണ്ട്. ഒരുപാട് താഴോട്ട് പോകുന്നത് അത്ര സേഫാണെന്നൊന്നും ഡൗട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ഡിച്ച് ഉണ്ടെങ്കിൽ നമുക്കറിയത്തില്ല. പോയി ഡിച്ചിൻ്റെ അകത്ത് ചാടിക്കഴിഞ്ഞാൽ ആരും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഡിച്ചിൻ്റെ അകത്ത് കിടക്കേണ്ടി വരും. അടിപൊളി രസമുണ്ട്. നോക്കിയാൽ ഫുള്ള് ചുറ്റും ഇങ്ങനെ ഫോറസ്റ്റ് പോലെ ഇരിക്കുന്ന സ്ഥലം. എന്നിട്ട് ഈ മരത്തിലൊക്കെ സ്നോ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടല്ലേ. ഇതൊക്കെ കണ്ടിങ്ങനെ ഇങ്ങനെ കുലുക്കുമ്പോഴത്തേന് എഴുതുന്നുണ്ട്. എന്ത് രസമല്ലേ, അടിപൊളിയായിട്ടുണ്ട്. ഇത് മുൾമരമാണെന്ന് അറിയത്തില്ല. കുലുക്കി നോക്കിയത് കണ്ടാ, അടിപൊളിയായിട്ടുണ്ട്. ഈ സ്നോ കണ്ടിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ വീഴാനാണ് എനിക്ക് തോന്നുന്നത്.
വീഡിയോസിൻ്റെ അത് കാണുമല്ലോ ഇങ്ങനെ കരിങ്ങനെ. വാ അടിപൊളി രസം. വാ എന്ത് രസമല്ല ഇങ്ങനെ കിടന്ന് സ്നോ ഇങ്ങനെ ആസ്വദിക്കാൻ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീലിംഗാണ് ഗൈസ്. അടിപൊളിയായിട്ടുണ്ട്. വാ ഒരു രക്ഷയില്ല. അമേസിങ്. നമുക്ക് എഴുന്നേക്കാം. കൈയൊക്കെ തണുത്ത് തുറഞ്ഞ്. കാരണം മഞ്ഞിൽ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ വരുമ്പോഴത്തേന് കൂടുതൽ തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും. ഉണ്ടോ? ഇതൊക്കെയാണ് ഗൈസ് ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുവാണെങ്കിൽ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്യണം. മഞ്ഞത്ത് വീട്ടിൽ മാത്രം ഇരിക്കണമെന്ന് ഞാൻ പറയത്തില്ല. വെളിയിൽ ഇറങ്ങുവാണെങ്കിൽ ഇതുപോലത്തെ കുറച്ച് അനുഭവങ്ങളൊക്കെ കിട്ടും. നമുക്ക് ഇനി തിരിച്ച് വണ്ടിയിലേക്ക് പോവാം. വണ്ടിയോടെ ഓണായിരുന്നു. കൈയൊക്കെ തണുത്ത് ദേഹമൊക്കെ തണുത്ത് ഗൈസ്. കുഴപ്പമില്ല. എന്നാലും ഇങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ലല്ലോ വണ്ടിക്കകത്ത് തന്നെ ഇരുന്നാലും. കുഴപ്പമില്ല. ഉപ്സി കയറാൻ പറ്റുന്നില്ല, തെന്നുന്നുണ്ട്. നമ്മളങ്ങനെ കയറി. അടിപൊളി, ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്കിനി തിരിച്ച് സിറ്റിയിലേക്ക് പോവാം. ഡോഡാ ചെയ്യാനാണല്ലോ ഇറങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയൊരു എൻജോയ്മെൻറ്റ് അണയ്ക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡാഷിങ് അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ 12 മണിക്കൂറോളം ഡാഷ് ചെയ്തു. രാവിലെ 9 മണിക്ക് ഇറങ്ങിയത്, രാത്രി 9 മണിക്കാണ് നിർത്തിയത്. ഞാൻ 9 മണിക്ക് നിർത്തിയിട്ട് വീട്ടിൽ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതെല്ലാം വാങ്ങിച്ചു. എന്നിട്ട് നമ്മുടെ ആമസോണിൽ നിന്ന് ഡെലിവറി ചെയ്ത 2 സാധനം എന്നിട്ട് ഡെലിവറി ആയിട്ടുണ്ട്. മറ്റേ ഫുൾ ടൈം ജോലി ചെയ്യുന്ന അഡ്രസ്സിലേക്ക് കൊടുത്തത്. അപ്പോൾ ഇന്ന് അവർ ഡെലിവറി ചെയ്തു. ക്യാമറയുടെ ബാറ്ററിയും SD കാർഡുമാണ്. അപ്പോൾ ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ കുറച്ച് നമ്മുടെ ജോലി എളുപ്പമാക്കും. മറ്റേ ഇതിൻ്റെ ബാറ്ററി പെട്ടെന്ന് തീരുന്നതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വണ്ടിക്കകത്ത് കുത്തിയിടുന്നത്. ഇതിൻ്റെ അകത്ത് പെട്ടെന്ന് കയറത്തില്ല. അപ്പം കുറേ ടൈം എടുക്കും. പിന്നെ നമ്മൾ ഇന്ന് $260 ഡാഷ് ചെയ്ത് നമുക്ക് കിട്ടിയത്. താരതമ്യേന കുറച്ച് കുറവായിരുന്നു. അതിന് മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ സ്നോ സ്റ്റോം വന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് കണ്ടീഷൻസ് ഭയങ്കര മോശമായതുകൊണ്ട് ഡെലിവറീസ് കൊണ്ടു കൊടുക്കുന്നതും പിക്കപ്പ് ചെയ്യുന്നതൊക്കെ സ്ലോ ആയി. അപ്പോൾ അത് നമ്മുടെ ഏണിങ്സിനെയും ബാധിച്ചു. പിന്നെ രണ്ടാമത് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ക്യാമറ ഫിക്സ് ചെയ്യുന്നതും ഇത് ഓണാക്കുന്നതും അതിൻ്റെ അങ്ങനെയൊക്കെ ടൈം പോയതുകൊണ്ടും ചെറിയൊരു ഡിലേ വന്നു. അതൊരു 10-20 മിനിറ്റ് അല്ലെങ്കിൽ കൂടിപ്പോൾ 1.5 മണിക്കൂറത്തെ ഡിലേ ടോട്ടൽ വന്നിട്ടുണ്ടാകത്തുള്ളൂ. ഞാൻ സാധാരണ മിക്കവാറും വീക്കെൻഡ്സിലെല്ലാം 700+ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിക്കുന്നതാണ്. പക്ഷേ ഇന്ന് നമുക്ക് ഈ ആഴ്ചയിൽ നമുക്ക് $673 ഏൺ ചെയ്യാനേ പറ്റിയുള്ളൂ. അതായത് നാട്ടിലത്തെ ഒരു 43,000 രൂപയോളം വരും. അത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കണക്ക് കൂട്ടുന്നതും. പിന്നെ സ്നോ സ്റ്റോമൊക്കെ വന്നിട്ട് നമ്മൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയല്ലോ, അത് തന്നെ വലിയ കാര്യം. 1-2 ഇടത്തൊക്കെ ഒന്ന് സ്റ്റക്കായിരുന്നു. അതൊക്കെ നമ്മൾ ടയറും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളയ്ക്കുകയും വൃത്തിയാക്കുകയൊക്കെ ചെയ്ത് നൈസായിട്ട് ഊരിപ്പോന്നു. അതൊന്നും കാണിക്കാൻ പറ്റില്ല, സ്റ്റോറേജിൻ്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് അത് കാണിക്കാൻ പറ്റില്ല. ഇനി മുതൽ അങ്ങനെ വരത്തില്ല. നമുക്ക് SD കാർഡ് വന്നിട്ടുള്ളത് കൊണ്ട് ആ ഒരു ടാസ്ക് ഇനി കാണത്തില്ല. ഇപ്പോൾ അടുത്ത ആഴ്ച വണ്ടിക്ക് ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു, ഓയിൽ ലീക്ക് ഉള്ളതുകൊണ്ട്. അതിനി കാണിക്കാനായിട്ട് ബുധനാഴ്ച അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു വണ്ടി പണിക്ക് കയറ്റാൻ പറയുമോ ഇല്ലയോ എന്നറിയത്തില്ല. അതനുസരിച്ചിരിക്കും നമ്മൾ അടുത്ത ആഴ്ച ഡാഷിങ്ങിന് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന്. പക്ഷേ വണ്ടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്തിരിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓയിൽ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഓയിലില്ലാതാണെന്ന് ഓടുന്നത് എന്നൊക്കെ. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. പിന്നെ 1 ലിറ്റർ ഓയിൽ എപ്പോഴും വണ്ടിക്കകത്ത് ഞാൻ ബാക്കപ്പായിട്ട് കരുതിയേക്കും. അതുകൊണ്ട് വലിയ ടാസ്ക് ഇല്ലായിരുന്നു. ഇടയ്ക്ക് മഞ്ഞത്ത് ഇറങ്ങി നിന്ന് ചെക്ക് ചെയ്യണം, ആ ഒരു ടാസ്കേ ഉള്ളായിരുന്നു. പിന്നെ അത് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല. അപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സജഷൻസൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.